മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി പ്രത്യാരോപണങ്ങളാണ് ഉള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫണ്ടിൽ തിരുമറി നടത്തിയെന്ന പാർട്ടിക്കുള്ളിലെയും ഡിവൈഎഫ്ഐ അടക്കമുള്ള മറ്റ് സംഘടനാ നേതാക്കന്മാരുടെയും ആരോപണങ്ങൾ നിരവധിയായിരുന്നു. അതിനു മറുപടി എന്ന പോലെ സർക്കാരിൻ്റെ വീഴ്ചകളായിരുന്നു പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ അത്തരത്തിൽ ലീഗിനെതിരെയും പുനരധിവാസ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം KT ജലീൽ ഉയർത്തിയിരിക്കുകയാണ്. ആരോപണങ്ങൾക്ക് ചുട്ട മറുപടിയുമായി PK ഫിറോസും എത്തി. മുസ്ലിം ലീഗിൻ്റെ വയനാട് പുനരധിവാസ ഫണ്ട് കളക്ഷൻ സുതാര്യമാണെന്നും ഏതൊരാൾക്കും ആപ്പിൽ കണക്കുകൾ പരിശോധിക്കാനാകുമെന്നും PK ഫിറോസ് പറഞ്ഞു. ലീഗിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാനാണ് ഭരണകക്ഷി ശ്രമിക്കുന്നത്. സർക്കാർ വയനാടിനു വേണ്ടി പിരിച്ച പണവും ചിലവാക്കിയ പണവും ഇതുപോലെ കാണിക്കുവാൻ സാധിക്കുമോ എന്നും ഫിറോസ് ചോദിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് എതിരെയുള്ള ആരോപണങ്ങൾക്ക് അക്കമിട്ട് PK ഫിറോസ് മറുപടി നൽകുന്നു. ലീഗിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന KT ജലീൽ ഒരു പൊടിക്ക് അടങ്ങണമെന്നും ഫിറോസ് പരിഹസിച്ചു. PK ഫിറോസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ ദുരന്തമുണ്ടായിട്ട് 1 വർഷം പൂർത്തിയാവാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദുരന്തമുണ്ടായ ദിവസം മുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും ദുരിതബാധിതരെ ചേർത്ത് നിർത്തുന്നതിലും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്നാൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാം എന്ന വാഗ്ദാനത്തിൽ 763 കോടി രൂപയിലധികം പിരിച്ചെടുക്കുകയും ഇന്നുവരെ അവരെ പുനരധിവസിപ്പിക്കുവാൻ കഴിയാത്തതിൽ വലിയ ജനരോക്ഷം നേരിടുകയും ചെയ്യുന്നവരാണ് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ. ജനങ്ങളുടെ പ്രതിഷേധത്തെ ഏതു വിധേനയും വഴിതിരിച്ചു വിടുക എന്ന ഉദ്ദേശത്തിൽ മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിക്കെതിരായ ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാനാണ് ഭരണകക്ഷി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർക്ക് മാതൃഭൂമി ചാനലിലെ ചില റിപ്പോർട്ടർമാരുടെയും കൈരളി ചാനലിൻ്റെയും പിന്തുണയുമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിയും ഫണ്ട് കളക്ഷനും പൂർണ്ണമായും സുതാര്യമാണ്. ഇതിനായി തയ്യാറാക്കിയ ഫോർ വയനാട് എന്ന ആപ്പ് പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും എത്ര പണം സ്വരൂപിച്ചു, എത്ര പണം ചെലവഴിച്ചു എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ വിവരങ്ങൾ കിട്ടും. ഇതൊന്നും ആരോപണം വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒന്നല്ല. എന്നാൽ കേരള സർക്കാർ പിരിച്ച പണം എത്രയെന്നോ ചെലവഴിച്ച പണം എത്രയെന്നോ ഇതേ രീതിയിൽ പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇനി ആരോപണങ്ങളിലേക്കും അതിൻ്റെ മറുപടിയിലേക്കും കിടക്കാം. ആരോപണം: ലീഗ് വാങ്ങിയ ഭൂമിയുടെ വിലയേക്കാൾ പകുതി വിലയിൽ അവിടെ ഭൂമി ലഭിക്കും. ലീഗ് ഉയർന്ന വില കൊടുത്താണ് ഭൂമി വാങ്ങിയത്. അതിൻ്റെ ഉത്തരം: ഈ ആരോപണം ആദ്യമായി ഉന്നയിച്ചത് മാതൃഭൂമിയിലെ ഒരു റിപ്പോർട്ടറാണ്. അദ്ദേഹത്തോടും ഈ ആരോപണം ഏറ്റെടുത്തവരോടും പറയാനുള്ളത്, അങ്ങനെ ഒരു ഭൂമി ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഭൂമിയുടെ സമീപത്തോ റോഡിന് എതിർവശത്തോ ലീഗിൻ്റെ കൈവശമുള്ളതുപോലെയുള്ള ഭൂമി പകുതി വിലയ്ക്ക് ലഭ്യമാണെങ്കിൽ അത് ഏറ്റെടുക്കുവാൻ പാർട്ടി തയ്യാറാണ്. ഈ കാര്യം ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ് തന്നെ പ്രഖ്യാപിച്ചതാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയുവാൻ തയ്യാറാകുമോ? ആരോപണം 2: മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമി പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സാദിഖ് അലി തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ പേരിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും നൽകേണ്ടി വരികയും രണ്ടാമത് ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും ഈ ചെലവുകൾ വരുമെന്നും അത് പാഴ്ചെലവാണ് എന്നുമുള്ളതാണ്. അതിൻ്റെ ഉത്തരം: മുസ്ലിം ലീഗ് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനും ആദായ നികുതി ഡിപ്പാർട്ട്മെൻറ്റിനും വർഷാവർഷം കണക്ക് ബോധിപ്പിക്കേണ്ട പാർട്ടിയാണ്. ഭൂമി വിൽക്കുന്ന വ്യക്തികൾക്ക് ലീഗ് പണം നൽകുകയും ഭൂമി തേർഡ് പാർട്ടിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ വലിയ നിയമക്കുരുക്കിൽ അകപ്പെടുമെന്ന് ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ഇനി പണം ഗുണഭോക്താക്കൾക്ക് ആദ്യം നൽകി രജിസ്റ്റർ ചെയ്താലും ഈ ചെലവുകളെല്ലാം നൽകേണ്ടി വരും. എന്നാൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ലീഗ് സൗജന്യമായി സ്ഥലം ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് കൊണ്ട് തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള ചെലവുകൾ സർക്കാരിന് ഒഴിവാക്കി തരുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. ആയതിനാൽ പാഴ്ചെലവ് എന്ന ആരോപണം നിലനിൽക്കുന്നതല്ല. ആരോപണം 3: തോട്ടഭൂമിയാണ്, വീട് പണി നടക്കില്ല. ഉത്തരം: ദുരിതബാധിതർ ലീഗിനോട് ആവശ്യപ്പെട്ട പ്രധാന കാര്യം പദ്ധതിക്ക് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ സ്ഥലം കണ്ടെത്തി തരണമെന്നായിരുന്നു. ഇതിനായി വയനാട് ജില്ലാ മണ്ഡലം കമ്മിറ്റികളും ദുരിതബാധിതരും പല സ്ഥലങ്ങളും കണ്ടെത്തിയിരുന്നു. ഇതിൽ നിന്നും പ്രധാന റോഡിൻ്റെ സമീപത്തുള്ള എല്ലാ നിയമോപദേശങ്ങളും അനുകൂലമായതുമായ ഭൂമിയാണ് പാർട്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിയമോപദേശപ്രകാരം ഈ ഭൂമിയിൽ വീട് നിർമ്മാണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആയതിനാൽ പഴയ ഭൂ ഉടമകൾക്ക് സെക്ഷൻ 105 പ്രകാരം അയച്ച നോട്ടീസിന് കൃത്യമായ മറുപടി നൽകുവാൻ ഒരു മടിയുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഏതൊരു പദ്ധതിക്കും ചില കാലതാമസം ഉണ്ടാക്കാൻ ചിലർ ചെയ്യുന്നത് പോലെ മുണ്ടക്കൈ ചുരൽമലയിലെ പാവങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിക്കെതിരായി അനാവശ്യമായ പരാതി നൽകിയോ സർക്കാർ മനഃപൂർവ്വമോ വീട് നിർമ്മാണം വൈകിപ്പിക്കുവാൻ ശ്രമിച്ചാൽ
കേരള ജനത ലീഗിനൊപ്പം അണിനിരക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇനി ലീഗിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന KT ജലീലിനോടാണ്, പൊടിക്ക് ഒന്ന് അടങ്ങണം. താങ്കളെ വിശ്വാസ്യതയുള്ള ഒരു സാക്ഷിയായി പോലും ഒരു കോടതിയും പരിഗണിക്കില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിയതിൻ്റെ പേരിൽ 2 ലോകായുക്തയും കേരള ഹൈക്കോടതിയും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് താങ്കൾ. മോദി സർക്കാർ അഴിമതി നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് താങ്കൾ കഴിയേണ്ടിയിരുന്നത് തവനൂർ സെൻട്രൽ ജയിലിലായിരുന്നു. അങ്ങനെ ആവാതിരുന്നതിന് താങ്കൾ മോദിയോട് എന്നും കടപ്പെട്ടിരിക്കും. അതുകൊണ്ട് ആരോപണവുമായി ചാടിയിറങ്ങി ലീഗിന് പിന്നാലെ വരുന്നവരെ ഗോ ടു യുവർ ക്ലാസസ്. ദുരന്തബാധിതരെ വഞ്ചിച്ച് കേരളം ഭരിച്ചു മുടിക്കുന്നവരെ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ അവസാനിക്കുകയാണ് PK ഫിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആരോപണങ്ങൾക്ക് അക്കമിട്ട മറുപടി സമൂഹ മാധ്യമത്തിലൂടെ നൽകി ലീഗിന്റെ പണമിടപാടുകൾ അടക്കം എല്ലാ കാര്യങ്ങളും സുതാര്യമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് PK ഫിറോസ്.